ലോട്ടറി ഡയറക്ടർ എബ്രഹാം റെൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എബ്രഹാം റെൻ, നോക്കൂ, വലിയ 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 അത്രയും വ്യാപ്തിയുള്ള ഒരു തട്ടിപ്പാണിത്. കേരള ബമ്പർ, അതായത് ഇപ്പോൾ ഓണം ബമ്പർ ഏത് സീരീസ് ആണോ നമുക്ക് പുറത്ത് പേപ്പർ ലോട്ടറിയായി വാങ്ങാൻ കഴിയുന്നത് അത് ഓൺലൈനിൽ ലഭ്യമാവുകയാണ്. സാധാരണക്കാർ പറ്റിക്കപ്പെടുകയാണ്. താങ്കളുടെ വ്യാജ സീലടക്കം, വ്യാജ ഒപ്പടക്കം അതിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നോ? ഇത്തരം തട്ടിപ്പുകളുടെ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ പറയാനുള്ളത്, കേരള ഭാഗ്യക്കുറി യാതൊരു കാരണവശാലും ഓൺലൈൻ മുഖേന വിൽക്കുന്നില്ല. നേരിട്ട് പേപ്പർ ടിക്കറ്റുകളായി മാത്രമേ കേരള ഭാഗ്യക്കുറി ടിക്കറ്റുകൾ വിൽക്കുന്നുള്ളൂ. അപ്പോ ഇത് ആവശ്യമായ പ്രചരണം പത്രമാധ്യമങ്ങളിലൂടെയും TV ചാനലുകളിലൂടെയും അടക്കം കേരള ഭാഗ്യക്കുറി നൽകി വരുന്നുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഒട്ടുമിക്ക തട്ടിപ്പുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം പേപ്പർ ടിക്കറ്റ് മാത്രമേ കേരള ഭാഗ്യക്കുറിക്കുള്ളൂ. വന്നിട്ടുണ്ട് ഇത്തരം ആപ്പുകൾ എന്ന് പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതെ, അപ്പൊ കേരള ഭാഗ്യക്കുറിയുടെ ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ സെൻട്രൽ ലോട്ടറീസ് ആക്ടിന്റെയും കേരള ലോട്ടറി റൂൾസിന്റെ, സെൻട്രൽ ലോട്ടറി റൂൾസിന്റെ ഒക്കെ അടിയിലാണ് ഭാഗ്യക്കുറികളുടെ പ്രവർത്തനം നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ കീഴിൽ എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള അധികാരികളുണ്ട്. ജില്ലാ പോലീസ് മേധാവിമാരാണ് ഇത്തരം ഈ ലോട്ടറി നിയമത്തിന് കീഴിലെ എൻഫോഴ്സ്മെന്റ് അധികാരികൾ. അപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കൈമാറാറുണ്ട്. അതിനകത്ത് നടപടി സ്വീകരിച്ച് ഇതുപോലുള്ള ഇതിനു മുൻപ് വന്നിട്ടുള്ള പല വെബ്സൈറ്റുകളെയും വ്യാജ ടിക്കറ്റ് വിൽപ്പനകളെയും ഒക്കെ നമുക്ക് തടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ശ്രദ്ധയിൽ വരുന്നുണ്ടെങ്കിൽ, ഇതൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ തുറന്നാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുക എന്താണ്? കേരള ലോട്ടറി ഓൺലൈൻ വിൽപ്പന കേന്ദ്രം എന്നാണ്. അതായത് അത്രയും ഒത്തന്റിക് ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ പോകുന്നതിന് പകരം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കേരള ലോട്ടറി വാങ്ങാൻ കഴിയും എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതൊരു ആപ്പാണ്. ഇപ്പം കേരള സർക്കാരിന് പരിമിതികൾ ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരുമായി അല്ലെങ്കിൽ RBIയുമായൊക്കെ ബന്ധപ്പെട്ട് ഈ ആപ്പ് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നോ? തീർച്ചയായും നമ്മൾ അതിനാവശ്യമായ പരാതി, നമ്മുടെ പോലീസ് സംവിധാനമാണ് അതിന്റെ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി, അവരതിനകത്ത് ഉചിതമായ നടപടികൾ എടുക്കുന്നുണ്ട്. നമുക്കിതിനു മുൻപ് ഇത്തരം പലതിനെയും തടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഇതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ വരുമ്പോൾ നമ്മൾ ആ നടപടി എടുക്കുന്നതാണ്. സർ, ദയവായി തുടരണം. ഈ വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്, ഇത് വലിയൊരു തട്ടിപ്പാണ്, സാധാരണക്കാരനെ ചൂഷണം ചെയ്യുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് ഈ വാർത്ത കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു അന്വേഷണം. പ്രശാന്തിന് താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്രശാന്ത്, ചോദിച്ചോളൂ. എബ്രഹാം സാർ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം ആപ്പിലൂടെ സംസ്ഥാന സർക്കാർ വിറ്റഴിക്കുക അല്ലെങ്കിൽ ലോട്ടറി വകുപ്പ് വിറ്റഴിക്കുന്ന ലോട്ടറിയിൽ തന്നെ വിറ്റഴിക്കുമ്പോൾ നമ്മുടെ, അതായത് ലോട്ടറി ഡയറക്ടറേറ്റ് വിറ്റഴിക്കുന്ന ഭാഗ്യക്കുറിയുടെ വരുമാനത്തെ ഇത് ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ ഒരു കാര്യമുണ്ട്. പക്ഷെ അതിലും ഏറെ പ്രസക്തമായ കാര്യം എന്നുള്ളത്, ഇത്തരം നറുക്കെടുപ്പുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളോ നിയമവിധേയമല്ല. ഇതിനകത്ത് ജനങ്ങളുടെ പൈസ നഷ്ടപ്പെടാനുള്ള വലിയൊരു സാധ്യത അതിന് മുകളിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇവർ, അതായത് നമ്മൾ സംസാരിച്ച ഈ ഓൺലൈൻ ലോട്ടറി ഗെയിമിങ്ങിൽ പങ്കെടുത്തവർ തന്നെ പറയുന്നത് അവർക്ക് 5,000 രൂപയും 25,000 രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്നാൽ ഇപ്പോൾ ഒന്നാം സമ്മാനം കിട്ടുമോ, അല്ലെങ്കിൽ 25 കോടി അവരെടുത്ത നമ്പറിനാണ് കിട്ടുന്നതെങ്കിൽ അത് എവിടെ കിട്ടും എവിടെ കിട്ടില്ല എന്നൊന്നും അവർക്കറിയില്ല. മാത്രമല്ല ഇതിനെല്ലാം ഒരു കസ്റ്റമർ കെയർ അടക്കമുള്ള സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ ഇവരെങ്ങനെ പണം ഇത്തരത്തിൽ ചെറിയ സമ്മാനങ്ങളാണെങ്കിലും കൊടുക്കണമെങ്കിൽ ഇത് വലിയൊരു നെറ്റ്വർക്ക് ആകണ്ടേ? ഓരോ ആപ്പിന്റെയും പ്രവർത്തനത്തെ കുറിച്ച് വിശദമായി എനിക്കറിയില്ല ഏത് ആപ്പിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. പക്ഷെ പൊതുവെ പറയാനുള്ളത്, ഇത്തരത്തിൽ കേരള സർക്കാരിന്റെ, നമ്മുടെ ലോട്ടറി വകുപ്പിന്റെ തന്നെ മുഖമുദ്ര എന്ന് പറയുന്നത് വിശ്വസ്തതയും സുതാര്യതയും അതിന്റെ ജനകീയതയുമാണ്. ഈ തരത്തിൽ യാതൊരു വിശ്വാസ്യതയോ സുതാര്യതയോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളിലാണ് ഈ ഓൺലൈൻ ആപ്പുകളിലൂടെയൊക്കെ ചാടുക. കേരള ഭാഗ്യക്കുറി ഈ തരത്തിൽ ഓൺലൈനിലൂടെ വിൽക്കുന്നില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം ആവർത്തിച്ച് ഭാഗ്യക്കുറി വകുപ്പും കേരള സർക്കാരും പുറത്തു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് സമ്മാനം കിട്ടുമോ കിട്ടാതിരിക്കുമോ ആ ഒരു സാധ്യതയല്ല. ഇത് മൊത്തത്തിൽ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്.
ശരി, വളരെയധികം നന്ദി ശ്രീ എബ്രഹാം സംസാരിച്ചത്. പ്രശാന്ത്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ ചിലപ്പം പറയാറുണ്ട് ചില മേഖലകളിലാണ് കൂടുതൽ ലോട്ടറി അടിക്കാറ്, പ്രത്യേകിച്ച് പാലക്കാട്, ഷൊർണൂർ മേഖലകളിലൊക്കെ. അപ്പം ഒരു പക്ഷേ ഈ സാധാരണക്കാർക്ക് ഇപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഷൊർണൂരിൽ പോയി ലോട്ടറി എടുക്കുക പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഓൺലൈൻ ആകുമ്പം ആ ഒരു പ്രശ്നം കൂടി വരുന്നില്ല. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഓൺലൈൻ തട്ടിപ്പിൽ വീഴുന്നുണ്ടോ? തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ്. അതായത് പൊതുവേ ഇപ്പോൾ ലോട്ടറി എടുക്കുന്നവരും അതുപോലെ തന്നെ ലോട്ടറി ഏജന്റുമാരടക്കം പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, അതായത് കേരള ലോട്ടറിയിൽ സമ്മാനം കുറവാണ് എന്നതാണ്. അതിനവർ ചില ഭാഗ്യ നമ്പർ തേടി നടക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു യുക്തി എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ ആര്യ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പാലക്കാടാണ് ടിക്കറ്റ് കിട്ടിയാൽ പാലക്കാട് നിന്ന് എടുക്കുന്ന ടിക്കറ്റിന് സമ്മാനം കിട്ടാൻ സാധ്യത, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എന്നതൊക്കെ പറയുന്നതിൽ ഒരു കണക്കിൻ്റെ ഒരു പ്രോബബിലിറ്റിയാണ്. കാരണം ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കുന്ന ജില്ലയിലായിരിക്കുമല്ലോ സ്വാഭാവികമായും നമ്പർ വരാനും കിട്ടാനും സാധ്യത. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കണ്ടാൽ മതി. മറിച്ച് ഈ കേരള ലോട്ടറിയിൽ സമ്മാനം കുറവാണ് എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ വേണം അതിന് കാണാം. ഒരുപക്ഷെ അതൊരു വ്യാജ പ്രചരണമാകാം. മറ്റൊരു വിഷയമുള്ളത്, ഒരുപാട് നറുക്കെടുപ്പ് നറുക്കുകൾ അല്ലെങ്കിൽ സമ്മാനം കൂടുമ്പോൾ കൂടുതൽ തീർച്ചയായും മുൻകാലത്തുള്ളതിനേക്കാളും സമ്മാനം സ്പ്ലിറ്റായി പോകും. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ 5000 പേർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 10000 പേർക്ക് കിട്ടുമ്പോഴത്തേക്കും എണ്ണം കുറയും. അപ്പോൾ അത്തരത്തിലൊരു സാധ്യതയാണ്. പക്ഷേ ഏതായാലും അതിനകത്ത് തട്ടിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ നമുക്ക് നിലവിൽ എന്തായാലും അത്തരത്തിൽ അല്ലെങ്കിൽ സമ്മാനം കുറച്ചു എന്നുള്ളത് പറയാനൊന്നും നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ലോട്ടറി ഇത്തരം ഓൺലൈൻ ലോട്ടറി കേരള സർക്കാരിൻ്റെ പേരിൽ നടത്തുന്നവർ അവർ പണം കൊടുക്കുന്നുണ്ട്. ആ പണം കൊടുക്കുന്നത് അത് തീർച്ചയായും നേരത്തെ ലോട്ടറി ഡയറക്ടർ തന്നെ പറഞ്ഞത് അത് കേരള ലോട്ടറിയുടെ വരുമാനത്തെ ബാധിക്കും. കാരണം പണം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഈ വരുമാനത്തെ ബാധിക്കുക എന്നതിനപ്പുറം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരാണ് ഒരുപക്ഷെ വൈകുന്നേരം പോയി ലോട്ടറി എടുക്കുന്നത്. അപ്പോൾ അവരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ പരാതിയുമായോ അല്ലെങ്കിൽ നിയമ നടപടിയുമായോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ ത്രാണിയില്ലാത്ത, ആ സാമ്പത്തിക ശേഷിയില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരായിരിക്കും ഈ ഒരു ചൂഷണത്തിന് കൂടുതലും ഇരയാകുന്നത്.